students, welcome back to Bosco Campus Vision. In the last session we discussed about Relative Strength Index, that is RSI oscillator. So in this session we are moving on to the last type of oscillator, that is moving average convergence and divergence. So moving average convergence and divergence is an oscillation that measures the convergence and divergence between two exponential moving averages of varying periods. MACD considers the difference between short-term and long-term exponential moving averages. So രണ്ട് വ്യത്യസ്ത പീരീഡിലുള്ള രണ്ട് എക്സ്പൊണൻഷ്യൽ മൂവിംഗ് ആവറേജസിൻ്റെ കൺവേർജൻസും ഡൈവേർജൻസും മെഷർ ചെയ്യുന്ന ഒരു ഓക്സിലേറ്റർ ആണ് മൂവിംഗ് ആവറേജ് കൺവേർജൻസ് ആൻഡ് ഡൈവേർജൻസ് എന്ന് പറയുന്നത്. സോ കൺവേർജൻസിൻ്റെ മീനിങ് എന്ന് പറയുമ്പോൾ ഒരുമിക്കൽ അല്ലെങ്കിൽ ഒത്തുചേരലാണ്. ഡൈവേർജൻസ് എന്ന് പറയുമ്പോൾ അകന്നു പോകൽ എന്നാണ് മീനിങ്. സോ ബേസിക്കലി പറയുകയാണെങ്കിൽ ഇത് രണ്ടിൻ്റെ റിലേഷൻഷിപ്പ്, രണ്ട് എക്സ്പൊണൻഷ്യൽ മൂവിംഗ് ആവറേജസിൻ്റെ റിലേഷൻഷിപ്പ് മെഷർ ചെയ്യുന്ന ഒരു ഓക്സിലേറ്റർ ആണ് മൂവിംഗ് ആവറേജ് കൺവേർജൻസ് ആൻഡ് ഡൈവേർജൻസ് എന്ന് പറയുന്നത്. സോ ടു എക്സ്പൊണൻഷ്യൽ മൂവിംഗ് ആവറേജസ് ഓഫ് വേരിയിങ് പീരിയഡ്സ് എന്ന് പറയുമ്പോൾ ഷോർട്ട് ടേം എക്സ്പൊണൻഷ്യൽ മൂവിംഗ് ആവറേജും ലോങ് ടേം എക്സ്പൊണൻഷ്യൽ മൂവിംഗ് ആവറേജും ആണ്. So as we know, they are calculated using the closing price data. EMA is equal to current closing price minus previous EMA into factor plus previous EMA. സോ എക്സ്പൊണൻഷ്യൽ മൂവിംഗ് ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ കഴിഞ്ഞ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്തിരുന്നു. സോ ഷോർട്ട് ടേം ആണെങ്കിലും ലോങ് ടേം ആണെങ്കിലും EMA കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല സെയിം തന്നെയാണ്, പക്ഷേ വ്യത്യാസം വരുന്നത് അവരുടെ പീരീഡിലാണ്. പീരിയഡ്സിൻ്റെ കണക്കും നമ്മൾ കഴിഞ്ഞ സെഷനിൽ പറഞ്ഞിരുന്നു. 5 to 15 ഡേയ്സ് ആണെങ്കിൽ ഒരു ഷോർട്ട് ടേം പീരീഡും 15 to 50 ആണെങ്കിൽ 50 വരെ ആണെങ്കിൽ അതൊരു മീഡിയം ടേം ട്രെൻഡും അതിന് മേപ്പോട്ടുള്ളതിനെ ലോങ് ടേം ട്രെൻഡുമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. സോ ഇവിടെ ഫസ്റ്റ്ലി നമ്മൾ ഷോർട്ട് ടേം എക്സ്പൊണൻഷ്യൽ മൂവിംഗ് ആവറേജും ലോങ് ടേം എക്സ്പൊണൻഷ്യൽ മൂവിംഗ് ആവറേജും കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ റിലേഷൻഷിപ്പ് മെഷർ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഈ മൂവിംഗ് ആവറേജ് കൺവേർജൻസ് ആൻഡ് ഡൈവേർജൻസ് എന്ന് പറയുന്നത്. So coming to its calculation, MACD values for different days are derived by deducting the long-term EMA for each day from the short-term EMA for the day. സോ ഓരോ ദിവസത്തെ ഷോർട്ട് ടേം EMAയിൽ നിന്നും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലോങ് ടേം EMA ഡിഡക്റ്റ് ചെയ്തുകൊണ്ടാണ് MACD വാല്യൂസ് ഡിറൈവ് ചെയ്യുന്നത്. ആൻഡ് ദ ബേസിക് ഫോർമുല ഈസ് MACD is equal to SCMA minus LEMA. SCMA എന്ന് പറയുമ്പോൾ ഷോർട്ട് ടേം എക്സ്പൊണൻഷ്യൽ മൂവിംഗ് ആവറേജും LEMA എന്ന് പറയുമ്പോൾ ലോങ് ടേം എക്സ്പൊണൻഷ്യൽ മൂവിംഗ് ആവറേജും. The 12 and 26 day averages, 12 day and 48 day exponential moving averages are the more common among traders. So 12 day എന്ന് പറയുന്നത് ഷോർട്ട് ടേം എക്സ്പൊണൻഷ്യൽ മൂവിംഗ് ആവറേജും 26ഉം 48 എന്ന് പറയുന്നത് ലോങ് ടേം എക്സ്പൊണൻഷ്യൽ മൂവിംഗ് ആവറേജും ആണ്. സോ 12 ഡേയും 26 ഡേ ആയിട്ടും 12 ഡേ 48 ഡേ ആയിട്ടുമുള്ള MACDs ആണ് ട്രേഡേഴ്സ് കോമൺലി യൂസ് ചെയ്യുന്നത്. സോ ഇപ്പം 12 ഡേയും 48 ഡേ എക്സ്പൊണൻഷ്യൽ മൂവിംഗ് ആവറേജ് എടുക്കുകയാണെങ്കിൽ ആദ്യമേ 12 ഡേയുടെ ഷോർട്ട് ടേം എക്സ്പൊണൻഷ്യൽ മൂവിംഗ് ആവറേജ് ഫോർമുല ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്യും. അതിനുശേഷം 48 ഡേയുടെ എക്സ്പൊണൻഷ്യൽ മൂവിംഗ് ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യും. എന്നിട്ട് 12 ഡേ SCMAയിൽ നിന്നും 48 ഡേ LEMA മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ വാല്യൂസ് ആണ് MACD വാല്യൂസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇനി 12 ഡേയും 26 ഡേ എടുത്താലും ഈ സെയിം പ്രൊസീജിയേഴ്സ് തന്നെയാണ്. ഇതിൻ്റെ രണ്ടിൻ്റെയും ഡിഫറൻസിനാണ് നമ്മൾ MACD വാല്യൂസ് എന്ന് പറയുന്നത്. And if the value of SCMA is more than that of LEMA, the MACD is positive and vice versa. സോ നമ്മൾ ഷോർട്ട് ടേം എക്സ്പൊണൻഷ്യലും ലോങ് ടേം എക്സ്പൊണൻഷ്യലും ഡിഡക്റ്റ് ചെയ്യുമ്പോൾ ഷോർട്ട് ടേം എക്സ്പൊണൻഷ്യലാണ് കൂടി നിൽക്കുന്നതെങ്കിൽ then MACD is said to be positive. ഇനി അതല്ല LEMA ആണ് കൂടി നിൽക്കുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു നെഗറ്റീവ് വാല്യൂ ആയിരിക്കും and the MACD is said to be negative. And if both the values are equal, the MACD will be 0. സോ SCMA കൂടി നിൽക്കുന്ന സാഹചര്യത്തിൽ MACD പോസിറ്റീവും LEMA കൂടി നിൽക്കുന്ന സാഹചര്യത്തിൽ MACD നെഗറ്റീവുമായിരിക്കും. ആൻഡ് ദ പോസിറ്റീവ് വാല്യൂ ഇൻഡിക്കേറ്റ്സ് എ റൈസിംഗ് ഓർ അപ്വേർഡ് ട്രെൻഡ്, വെറാസ് എ നെഗറ്റീവ് വാല്യൂ ഇൻഡിക്കേറ്റ്സ് എ ഡിക്ലൈനിങ് ഓർ ഡൗൺവേർഡ് ട്രെൻഡ്. സോ ഇവിടെ ഇങ്ങനെയാണ് നമ്മൾ ട്രെൻഡ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഒരു പോസിറ്റീവ് വാല്യൂ ആണെങ്കിൽ ഒരു അപ്വേർഡ് ട്രെൻഡ് എന്നും ഒരു നെഗറ്റീവ് വാല്യൂ ആണെങ്കിൽ ഡൗൺവേർഡ് അല്ലെങ്കിൽ ഡിക്ലൈൻ ട്രെൻഡുമാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. So this is how we calculate a moving average convergence and divergence and identify the particular trend. Next MACDയിൽ വരുന്ന രണ്ട് ഇമ്പോർട്ടൻറ്റ് ടേംസ് ആണ് MACD സിഗ്നൽ ലൈനും MACD ഹിസ്റ്റോഗ്രാമും. ബൈയിങ് അല്ലെങ്കിൽ സെല്ലിംഗ് സ്ട്രാറ്റജി സിഗ്നൽ ചെയ്യുന്ന ഒരു ട്രിഗർ ലൈനിനെയാണ് നമ്മൾ MACD സിഗ്നൽ ലൈൻ എന്ന് പറയുന്നത്. ഒരു 9 day EMA ലൈൻ പ്ലോട്ട് ചെയ്തുകൊണ്ടാണ് MACD സിഗ്നൽ ലൈൻ ക്രിയേറ്റ് ചെയ്യുന്നത്.
Next is MACD histogram. It is the difference between the MACD values and the signal line. MACD വാല്യൂസും സിഗ്നൽ ലൈനും തമ്മിലുള്ള ഡിഫറൻസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് MACD ഹിസ്റ്റോഗ്രാം എന്ന് പറയുന്നത്. സോ സ്റ്റോക്ക് മാർക്കറ്റ് ഗ്രാഫൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് താഴെ ഒരു ചെറിയ ഹിസ്റ്റോഗ്രാം പോലെ കാണാൻ പറ്റും. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MACD ലൈനിൽ ഉണ്ടാകുന്ന ട്രെൻഡ് മുമ്പേ തന്നെ ഹിസ്റ്റോഗ്രാമിൽ അത് സൂചിപ്പിക്കും. ഒരു ട്രെൻഡ് MACD സിഗ്നൽ ലൈനിൽ ഒക്കർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ MACD ഹിസ്റ്റോഗ്രാമിൽ അത് ഒക്കർ ചെയ്തിരിക്കും. സോ ഇതാണ് MACD സിഗ്നൽ ലൈനും MACD ഹിസ്റ്റോഗ്രാം എന്ന് പറയുന്നത്. So next, as we did in the ROC and RSI, we can plot the MACD values on a XY graph in order to identify or confirm the particular trend. So in order to confirm the trend, the MACD values are plotted on a XY graph with MACD values on the Y axis and the time periods on the X axis. The MACD line oscillates across the zero line. സോ വൈ ആക്സിസിൽ MACD വാല്യൂസും എക്സ് ആക്സിസിൽ ടൈം പീരിയഡ്സുമായിട്ട് നമ്മൾ ഈ MACD വാല്യൂസ് ഒരു ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യും. സോ നമ്മൾ ROC ചാർട്ടിലൊക്കെ കണ്ടതുപോലെ തന്നെ നടുക്കൂടെ ഒരു ലൈൻ പോകും. അതിനെയാണ് നമ്മൾ സീറോ ലൈൻ എന്ന് പറയുന്നത്. ഈ ലൈനിൻ്റെ ഇരുവശത്തുമായിട്ടായിരിക്കും MACD വാല്യൂസ് ഓക്സിലേറ്റ് ചെയ്യുന്നത്. ആൻഡ് ഇഫ് ദ MACD ലൈൻ ക്രോസസ് ദ സീറോ ലൈൻ ഫ്രം എബവ്, ദ ട്രെൻഡ് ക്യാൻ ബി കൺസിഡർഡ് ടു ഹാവ് ടേൺഡ് ബെയറിഷ്, സിഗ്നലിംഗ് എ സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി. സോ സീറോ ലൈൻ മുകളിൽ നിന്ന് താഴോട്ട് കട്ട് ചെയ്താണ് MACD ലൈൻ മൂവ് ചെയ്യുന്നതെങ്കിൽ അതൊരു ബെയറിഷ് ട്രെൻഡിലേക്ക് മാറുകയാണ്. അതായത് ഒരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റിയാണ് അവിടെ സിഗ്നൽ ചെയ്യുന്നത്. ആൻഡ് ഇഫ് ദ MACD ലൈൻ മൂവ്സ് എബവ് ദ സീറോ ലൈൻ ഫ്രം ബിലോ ദ ട്രെൻഡ് ക്യാൻ ബി സെറ്റ് ടു ഹാവ് ടേൺഡ് ബുള്ളിഷ്, സിഗ്നലിംഗ് എ ബൈയിങ് ഓപ്പർച്യൂണിറ്റി. അതേസമയം താഴെ നിന്ന് കട്ട് ചെയ്ത് മുകളിലോട്ടാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ അതൊരു ബുള്ളിഷ് ട്രെൻഡിലേക്ക് മാറുകയാണ്. അതായത് ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റിയാണ് അവിടെ സിഗ്നൽ ചെയ്യുന്നത്. സോ മുകളിൽ നിന്ന് താഴോട്ടാണെങ്കിൽ അതൊരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റിയും, അതേസമയം സീറോ ലൈൻ കട്ട് ചെയ്ത് താഴെ നിന്ന് മുകളിലോട്ടാണ് പോകുന്നതെങ്കിൽ അതൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റിയുമാണ് ഗ്രാഫിൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സോ ദിസ് ഇസ് ഹൗ വി ഡസ് ദ ഗ്രാഫിക്കൽ പ്ലോട്ടിംഗ് ആൻഡ് ഐഡൻറ്റിഫൈ ഓർ കൺഫേം ദ പ്രിവെയിലിംഗ് ട്രെൻഡ്. So in the last 5 sessions we were discussing about mathematical indicators, and there are mainly two types, that is moving averages and oscillators. Moving averages helps to identify the underlying trend of the price movements, and they were of two types, that is simple moving average and exponential moving average. And the next mathematical indicator was oscillators, which help to identify the overbought and oversold condition and the possibility of trend reversals. And they were mainly of three types, that is rate of change indicator, relative strength index, and the moving average, convergence and divergence. So these were some of the indicators that are used to identify the trend and the possibility of trend reversal using certain mathematical tools and equations, and it is considered to be one of the important tools in technical analysis. So in this session we discussed about the moving average, convergence and divergence oscillator, its calculation and its graphical representation. Hope all are clear with the topic. Thank you.